സിറിയൻ പ്രസിഡന്റ് നാട് വിട്ടിരിക്കുന്നു അഥവാ രാജ്യം വിട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതായത് വിമതസേന സിറിയ മൊത്തം പിടിച്ചടക്കിയിരിക്കുന്നു, ഇനി തനിക്ക് രക്ഷയില്ല, നിലനിൽപ്പില്ല എന്നുള്ള ഘട്ടത്തിൽ തന്നെയാണോ അദ്ദേഹം രാജ്യം വിട്ടത്? അങ്ങനെ തന്നെ പറയാം. കാരണം ഈ വിമതസേന വളരെ കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന നിലയിൽ ഓരോ സംസ്ഥാനങ്ങൾ, ഓരോ തലസ്ഥാനങ്ങൾ, സിറ്റികളെല്ലാം പിടിച്ചെടുത്തു. അപ്പൊ നമുക്കറിയാലോ, അലപ്പോ നഗരം പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ വിമത സൈന്യം അവരുടെ ശക്തി തെളിയിച്ചത്. അതിനുശേഷം തൊട്ടടുത്ത ഹമ എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് കടക്കുന്നു. അവിടെ ഏതാണ്ട് കീഴടക്കി. ഇനി തൊട്ടടുത്തുള്ള ഈ ഡമാസ്കസ്, അതായത് സിറിയൻ തലസ്ഥാനത്തിന് തൊട്ടടുത്ത് എത്തിയെന്ന് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ മിന്നൽ വേഗത്തിൽ അവർ ഈ ഡമാസ്കസും കീഴ്പ്പെടുത്തി. അതോടുകൂടി പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ അസാദിന് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് രാജ്യം വിട്ടുപോകേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ ഈ വിമത സൈന്യം ഈ പ്രസിഡന്റിനെ കൊല്ലും. പെട്ടെന്ന് തന്നെ അവിടുത്തെ സേനാ മേധാവികളുമായി ഈ ബാഷർ അൽ അസാദ് ഒരു വിമാനത്തിൽ കയറി പോവുകയാണ്. അപ്പൊ എവിടേക്കാണ് പോകാൻ പറ്റുന്നത്? ഇയാൾ ഒരു ഷിയ നേതാവായിരുന്നു. അപ്പൊ ഷിയ തീവ്രവാദം കൃത്യമായി സിറിയയിൽ വളർത്തിക്കൊണ്ടിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഈ വിമതർ, അതായത് HTS എന്നറിയപ്പെടുന്ന ഈ വിമതർ രംഗത്ത് വരുന്നത്. അപ്പൊ വിമതർ പ്രധാന ലക്ഷ്യം എന്താ? ബാഷർ അൽ അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കുക, സിറിയയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ അൽ ഖ്വയ്ദ പോലെയുള്ള IS പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരായിരുന്നു ഈ പറയുന്ന HTS എന്ന് പറയുന്ന സംഘടന. അപ്പോൾ അവര് ഇവിടെ കീഴടക്കിക്കൊണ്ട് ഈ ബാഷർ അൽ അസാദ് എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഭരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇത്രയും കാലം അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഇറാനായിരുന്നു. അപ്പൊ ഇറാൻ ഇപ്പൊ കൃത്യമായിട്ട് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഇസ്രയേലും ലെബനനും തമ്മിൽ അവിടെ ഒരു ഒത്തുതീർപ്പിലെത്തി. അതോടുകൂടി ഹിസ്ബുള്ളയുടെ നട്ടലൊടിഞ്ഞു. ഹിസ്ബുള്ളയ്ക്ക് ഇവരെ സഹായിക്കാൻ പറ്റുന്നില്ല. അതോടുകൂടി ആരുടെയും സഹായമില്ലാതെ സിറിയ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അലപ്പോ നഗരം, ഹമ നഗരം, ഡമാസ്കസ് ഇതെല്ലാം കൂടെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം കടന്നു പോകുന്നത്. ഈ സിറിയൻ പ്രസിഡന്റായ ബാഷർ അൽ അസാദ് വിമാനത്തിൽ കയറി ആദ്യം പോകുന്നുണ്ട്. അപ്പോൾ റഡാറിൽ കൂടെ മറ്റു രാജ്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. കുറെ ചെന്നിട്ട് അദ്ദേഹം U-ടേൺ എടുത്തിട്ട് വീണ്ടും മറ്റൊരു ദിശയിലേക്ക് പോയി. ഇതെന്തിനാന്ന് വെച്ചാൽ റഡാറുകളുടെ കണ്ണു വെട്ടിക്കാനാണ്. കാരണം ഏത് രാജ്യത്തേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവിടെ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു, വലിയ അക്രമങ്ങൾ നടക്കുന്നു. ഈ പ്രസിഡന്റ് രാജ്യം വിട്ടുപോകുന്നു. ഇദ്ദേഹത്തിന് പോയി ചേരാൻ പറ്റുന്ന ഏക പ്രദേശം എന്ന് പറയുന്നത് ഇറാനാണ്. കാരണം അവിടെ ഒരു ഷിയ തീവ്രവാദമാണ്. അപ്പൊ ഷിയ രാജ്യം എന്ന നിലയിൽ ഇറാൻ പിന്തുണയ്ക്കും, ഇറാൻ സഹായിക്കും എന്ന് മാത്രമേ ഇദ്ദേഹത്തിന് കരുതാൻ പറ്റുള്ളൂ. പ്രസിഡന്റ് രാജ്യം വിട്ടുപോയെങ്കിലും പ്രധാനമന്ത്രി അവിടെ തന്നെയാണ്. പ്രധാനമന്ത്രി പറയാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ആരോടൊപ്പം? ഈ വന്ന വിമത സേനയോടൊപ്പം. കാരണം അവരെ എതിർത്ത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി കൊല്ലില്ലേ. അപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാം, നിങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ സഹായം തരുവാണെങ്കിൽ ഞാൻ ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് ഒതുങ്ങി കൂടിക്കോളാം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് വരുന്നു. അപ്പൊ സിറിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചതിനെ എല്ലാം നശിപ്പിച്ചു. ഇതിനകത്തൊരു പ്രധാന പങ്ക് വഹിച്ചത് തുർക്കിയും കൂടാണ്. തുർക്കിയുടെ തയ്യിബ് എർദോഗൻ എന്ന് പറയുന്ന പ്രസിഡന്റാണ് ഇവർക്ക് എല്ലാവിധ സഹായം നൽകിയത്. കാരണം കഴിഞ്ഞ 6 മാസക്കാലമായി ഈ HTS എന്ന് പറയുന്ന സേനയ്ക്ക് ആർമിയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. അതായത് തുർക്കി ആർമിയാണ് ഇവർക്ക് പരിശീലനം നൽകിയത്, സാമ്പത്തികം നൽകി, ഒപ്പം ആയുധങ്ങൾ നൽകി. അപ്പൊ പറഞ്ഞു, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധത്തിൽ എൻഗേജ്ഡ് ആകും. ഈ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ആരെ ആക്രമിക്കാം? ഈ പറയുന്ന ബാഷർ അൽ ആസാദിന്റെ സൈന്യത്തെ ആക്രമിക്കാം. ശരിയാണ്. മാത്രമല്ല, ലെബനനിലേക്ക് കടന്നിട്ട് ഇസ്രയേൽ ഒരു വെടിനിർത്തൽ നടത്താൻ സാധ്യതയുണ്ട്, അല്ലെ യുദ്ധം അവസാനിപ്പിക്കും. ആ താൽക്കാലിക വെടിനിർത്തൽ വരുന്നതോടുകൂടി ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കടത്തിക്കൊണ്ടു പോകാനോ അറ്റാക്ക് ചെയ്യാനോ പറ്റില്ല. ഹിസ്ബുള്ള അവിടെ ബ്ലോക്ക് ആവും. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ രാജ്യം കീഴടക്കാം. അങ്ങനെയാണ് ഇവർ അലപ്പോ നഗരത്തിലേക്ക് ചെല്ലുന്നത്. ബൈക്കിലും വാനിലും ഒക്കെ ചെന്നിട്ടാണ് അവർ പെട്ടെന്ന് അവിടെ കീഴടക്കിയത്. എന്നിട്ട് അവിടുത്തെ എന്തെടുത്തു? കഴിഞ്ഞ പ്രസിഡന്റ് സ്ഥാപിച്ച പ്രതിമകൾ, രാഷ്ട്രതലവന്റെ ഒക്കെ പ്രതിമകൾ അടക്കം തല്ലി തകർത്തു. അങ്ങനെ വലിയ ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അലപ്പോ നഗരം കീഴടക്കി ഈ ഹമായിലേക്ക് കടന്നപ്പോൾ റഷ്യൻ സേനയുടെ ഒരു സഹായം ഈ ബാഷർ അൽ ആസാദ് എന്ന പ്രസിഡന്റ് തേടി. ഉടനെ റഷ്യ അവിടുന്ന് കുറച്ച് വിമാനങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോൾ വിമാനത്തിൽ വന്ന് കുറച്ച് ബോംബൊക്കെ ഇട്ട് കുറച്ച് അറ്റാക്കൊക്കെ തിരിച്ച് നടത്തി. എന്നിട്ട് റഷ്യൻ വിമാനം തിരിച്ചുപോയി. കാരണം അവർ ഉക്രൈനിൽ എൻഗേജ്ഡ് ആണ്. അവർക്ക് അവിടുന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. നേരത്തെ സിറിയയിൽ 4 ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ഈ പട്ടാളത്തിന്റെ, റഷ്യയുടെ. അവരെ എല്ലാം തന്നെ കരസേനയെല്ലാം അങ്ങോട്ട് വിളിച്ചു. കാരണം ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കണം. അപ്പൊ റഷ്യക്ക് സഹായം ഇവിടെ ചെല്ലാൻ പറ്റുന്നില്ല. റഷ്യൻ കരസേനയ്ക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല. ഈ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്താനായിട്ട് ഈ തയ്യിബ് എർദോഗൻ ഇവരോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡമാസ്കസും കീഴ്പ്പെടുത്തിയത്. ഡമാസ്കസ് നഷ്ടമായി എന്ന് പറഞ്ഞാൽ ആ സിറിയയിലെ ഏറ്റവും മികച്ച നഗരം, അല്ലെ ഏറ്റവും സമ്പന്നമായ നഗരം
നഗരം വിമതരുടെ കയ്യിലായി. ഏറ്റവും മികച്ചതിൽ രണ്ടാമത്തെ നഗരമായിരുന്നു അലപ്പോ. അത് നേരത്തെ തന്നെ പിടിച്ചെടുത്തു. അതോടുകൂടി ഇനി സിറിയ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ സിറിയൻ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇനി വിമത സേനയാണ്. നിലവിൽ ആ രാജ്യത്തെ സാമ്പത്തിക സൈനിക ശക്തി എല്ലാം തന്നെ നശിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ സിറിയയിൽ നിന്ന് ആളുകൾ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. അപ്പൊ സിറിയ മറ്റ് അറബ് രാജ്യങ്ങളുടെ കണ്ണിലെയും ഒരു കരടായിരുന്നു. മാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം സുന്നി വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവര് ഷിയ വിഭാഗത്തെ. അപ്പൊ ഈ ബാഷർ അൽ അസാദ് എന്ന് പറയുന്ന ആള് ഷിയ വിഭാഗക്കാരനാണെങ്കിലും സിറിയയിൽ കൂടുതലുള്ള സുന്നി വിഭാഗക്കാരാണ്. അതിന്റെ ദേഷ്യം ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ എന്ത് കൊടുക്കുന്നത്, ഇവരെ കൊണ്ട് ഈ പറയുന്ന ജനങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് 1.5 ലക്ഷം ആളുകളെ സിറിയയിൽ കൊലപ്പെടുത്തി ഈ പ്രസിഡന്റ്. ഈ 1.5 ലക്ഷം ആളുകൾ സുന്നികളായിരുന്നു. അപ്പൊ സുന്നികളെ കൊലപ്പെടുത്താനായിട്ട് ഷിയ വിഭാഗം ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ സിറിയയിൽ ഇത്രയും അക്രമ പ്രവർത്തനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം വേണമെങ്കിൽ ഇല്ലാതായിക്കോട്ടെ എന്ന് അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുകയാണ്. കാരണം ഈ സിറിയയിൽ നിന്നാണ് ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ അവർ കൊണ്ടുവന്ന കപ്പലുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്താം. നമുക്ക് ഈ ഹൂത്തികളുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പോൾ സിറിയയിൽ നിന്ന് വലിയ പിന്തുണ അത്തരം തീവ്രവാദികൾക്ക് ലഭിച്ചു. ഇപ്പം ഈ വിമതർ അങ്ങോട്ട് കടന്നു കയറി. കാരണം HTS എന്ന് പറയുന്ന ഒരു മറ്റൊരു തീവ്രവാദ സംഘടന തന്നെയാണ്. കാരണം ഹയത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടന കടന്നു കയറിയപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സിറിയൻ ആർമി പേടിച്ച് തിരിച്ചോടി. പ്രതിരോധിക്കണമല്ലോ, അവർക്ക് പ്രതിരോധിക്കാൻ ധൈര്യമില്ല. അവശേഷിക്കുന്ന ഹിസ്ബുള്ളയുണ്ട്, ആ ഹിസ്ബുള്ളക്കാരും മാളത്തിലേക്ക് ഒളിച്ചു. ഈ HTS ഈ ഷിയ വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ അല്ല, ഇപ്പം വന്നിരിക്കുന്ന സുന്നി വിഭാഗക്കാരായി. അപ്പൊ ഷിയ പ്രസിഡന്റ് ഒരു ലക്ഷോടെ ഇപ്പം സുന്നി തീവ്രവാദികൾ വന്നു, അങ്ങനെ പറയാം. നേരത്തെ ഷിയ പോയി തീവ്രവാദികൾ വന്നു. എന്തായാലും തീവ്രവാദത്തിനൊരു മാറ്റമില്ല. ഒന്നുകിൽ സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കും. ഇപ്പൊ ഇവരുടെ പ്രതീക്ഷ ഇത്രയും കാലം ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ സഹായിക്കുമായിരുന്നു. സൗദി ഇല്ല, ഖത്തറില്ല, അതുപോലെ തന്നെ ബഹ്റൈനില്ല, UAE ഇല്ല, ഒരു രാജ്യത്തിന്റെ സഹായം ഇവർക്കില്ല. ഇറാൻ സഹായിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി അദ്ദേഹം അവിടെ വന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ പറഞ്ഞു. എന്ത് കൂടിക്കാഴ്ച നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ യുദ്ധം തീവ്രമായി വന്നതോടുകൂടി പല രാജ്യങ്ങളും അവിടുത്തെ പൗരന്മാരെ പിൻവലിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ എംബസി പറഞ്ഞിട്ടുണ്ട്, പരമാവധി ഇന്ത്യക്കാർ കിട്ടുന്ന വിമാനങ്ങളിൽ കയറി എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക് വയ്ക്കൂ, സിറിയയിൽ നിൽക്കരുത്. മാത്രമല്ല ഒരാൾ പോലും ഇന്ത്യക്കാരായ ഒരാൾ പോലും ഇനി സിറിയയിലേക്ക് യാത്ര ചെയ്യരുത്, പോകരുത്. ഇനി അവശേഷിക്കുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ അവിടെ കുടുങ്ങി പോവുക അല്ലെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത, അവർ വളരെ സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പോയി ഇരിക്കണം, പുറത്തേക്ക് വരരുത്. എന്തെങ്കിലും അടിയന്തര സഹായം വേണമെങ്കിൽ സിറിയയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം. അപ്പം സ്ഥിതിഗതികൾ അത്രയും രൂക്ഷമാണെന്ന് വ്യക്തമാണ്. മാത്രമല്ല ഇപ്പം പ്രസിഡന്റായ ബഷർ അൽ അസാദ് ഇവിടുന്ന് പോയെങ്കിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന കുറെ തീവ്രവാദികളുണ്ടല്ലോ അവിടുത്തെ സേന എന്ന് പറയുന്നത്. അവർ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. ഇപ്പൊ ഹിസ്ബുള്ളയൊക്കെ നടത്തിയ തീവ്രവാദ ആക്രമണങ്ങൾ, ഒളിപ്പോരൊക്കെ നമുക്കറിയാം. അതുപോലെ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം തിരിച്ചടി നടത്തിക്കൂടാഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത് നിങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കണം, ഒരു കാരണവശാലും സിറിയയിൽ പുറത്ത് ഉണ്ടാകരുത് എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല പല രാജ്യങ്ങളും അവിടുത്തെ എംബസികൾ പൂട്ടി തുടങ്ങി. അപ്പോൾ നിലവിൽ ഈ പറയുന്ന പ്രസിഡന്റ് ഏത് രാജ്യത്തേക്ക് പോയി എന്നുള്ളത് വ്യക്തമല്ല. കാരണം അതറിഞ്ഞാൽ ഒരുപക്ഷെ ആ രാജ്യത്തിന് നേരെയും ആക്രമണം ഉണ്ടാകും. ഇനി ആകെ ഇവരുടെ പ്രതീക്ഷ എന്താ അറിയോ, റഷ്യ സഹായിക്കുമെന്നുള്ള. കാരണം റഷ്യയിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വർഷത്തിൽ എല്ലാ മാസവും ഒരുപോലെയല്ല, അവിടെ അതികഠിനമായ ശൈത്യം ഉണ്ടാകും. അപ്പോൾ ഈ തുറമുഖങ്ങളൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റഷ്യക്ക് 1-2 തുറമുഖം വേണമായിരുന്നു. അങ്ങനെ സിറിയയിൽ ഒരു തുറമുഖം റഷ്യ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റഷ്യ ഈ സിറിയയെ സഹായിക്കുന്നത്. അപ്പോൾ റഷ്യക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സിറിയയിൽ ഒരു തുറമുഖമുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിമതർ പറയാണ്, റഷ്യൻ ചേട്ടാ നിങ്ങൾ അവിടെ തുറമുഖം എടുത്തു, ഞങ്ങളെ ഉപദ്രവിക്കായിരുന്നു പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. റഷ്യക്ക് സിറിയയെ സംരക്ഷിക്കണമെന്നോ ഈ ബാഷർ അൽ അസദിനെ സംരക്ഷിക്കണമെന്നോ താല്പര്യമില്ല. അവരുടെ ലക്ഷ്യം അവരുടെ രാജ്യത്തിന് ഉപയോഗപ്പെടുന്ന ഒരു പോർട്ട് അവിടെ സംരക്ഷിച്ചിട്ടണം. അതവർ സമ്മതിച്ചാൽ ആ പ്രശ്നം തീർന്നു. മാത്രമല്ല ഇറാന് സൈനിക ശക്തിയില്ല, സാമ്പത്തിക ശക്തിയില്ല. ഈ ഞങ്ങളുടെ വിദേശകാര്യ മന്ത്രി വരാമെന്നൊക്കെ പറയുന്നല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഷിയ ഈ തീവ്രവാദത്തെ എല്ലാ രാജ്യങ്ങളും എതിർക്കുകയും ചെയ്തു. ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് റഷ്യ എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഇറാനും കൂടെ സഹായം നൽകുമെന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള കാരണം ഈ പ്രസിഡന്റ് ഇനി ഒളിച്ചിരിക്കാൻ ഒറ്റ രാജ്യമുള്ളൂ, ഇറാൻ. അല്ല വേറെ എവിടെ പോകും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഷിയ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തികളെയൊക്കെ സൃഷ്ടിച്ച ഇറാൻ അല്ലാതെ മറ്റൊരു രാജ്യമില്ല. അപ്പോൾ ഇത്രയും നാൾ എണ്ണ വിറ്റ് കിട്ടുന്ന പണം വേണ്ട 40 വർഷമായി അവർ ഈ തീവ്രവാദത്തിന് വേണ്ടി പണം ചെലവഴിക്കുകയാണ്. അപ്പോൾ ഇറാനിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല വിദ്യാഭ്യാസമില്ല, നല്ല ആശുപത്രി സൗകര്യങ്ങളില്ല, ഒരു സൗകര്യം ഏർപ്പെടുത്താതെ തീവ്രവാദികളെ വളർത്താൻ വേണ്ടി മാത്രം നിലകൊണ്ട ഒരു രാജ്യം. അപ്പോൾ ഈ സിറിയ കൂടി തകർന്നതോടുകൂടി അവരുടെ ഒരു കൊമ്പുകൂടി ഒടിയുക. ഹമാസ്
തീർന്നു, ഹിസ്ബുള്ള തീരുന്നു, ഇപ്പം ഈ പറയുന്ന ഹൂത്തികളും മറ്റ് തീവ്രവാദികളും തീരുന്നു. ഇനി ഇറാനിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാത്തിരുന്ന് കാണണം. അപ്പം അൽബാഷദ് ഇറാനിലോട്ട് എന്നാൽ അവിടെ ഒരു കലാപം ഉണ്ടായാൽ എന്ത് ചെയ്യും? അതെ, അതും വലിയ അതും പ്രശ്നമല്ലേ? പ്രശ്നമാണ്. അവിടെ ഓൾറെഡി പ്രശ്നമാണ്. അതെ, യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മൊത്തം ഈ ഷിയ തീവ്രവാദത്തിന്റെ അവസാന നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, അങ്ങനെ പറയും വേണ്ട നമുക്ക്. കാരണം ഷിയ തീവ്രവാദം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു. ലോക രാജ്യങ്ങൾ മൊത്തം ഇവർക്കെതിരായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ പ്രസിഡന്റ് എവിടെയാണെന്നുള്ള വാർത്ത പുറത്തു വരട്ടെ, അതിനുശേഷം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം.